ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ ഡ്രസ്സൊക്കെ മാറി അണിഞ്ഞൊരുങ്ങിയ ശേഷം മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ വേദയെ കണ്ട് എല്ലാവരും പറയുകയാണ്, നല്ല ഭംഗിയുണ്ട്, രാജകുമാരിയെ പോലെ തോന്നുന്നു എന്നൊക്കെ കാണുന്നവരെല്ലാവരും തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞ ശേഷം കതിർ മണ്ഡപത്തിലിരിക്കുകയാണ്. പൂജാരി പറയാണ്, നാത്തൂൻ ആരാണെങ്കിൽ അവർ വന്ന് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞ് തട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹരിതയാണ് ആ തട്ട് വാങ്ങുന്നത്. അങ്ങനെ ഹരിത തട്ട് വാങ്ങിയതോട് കൂടി പെട്ടെന്ന് ഹേമ വരുമ്പോൾ അത് കൈ തട്ടി വീഴുകയാണ് ഹേമയുടെ ദേഹത്തേക്ക്. ഹരിതയുടെ കയ്യിൽ നിന്നും ഹേമയുടെ ദേഹത്തേക്ക് ആ തട്ട് വീണതോടുകൂടി സൂര്യ പറയണ്, അവകാശമില്ലാത്തവർ വാങ്ങിയത് കൊണ്ടാണ് ഒരു ദുർനിമിത്തം ഇവിടെ ഉണ്ടായത്. അപ്പോൾ പൂജാരി പറയണേ, ഇതിപ്പോൾ വീണു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ആരും ആശങ്കപ്പെടേണ്ട, ഒരു ദോഷവുമില്ല എന്ന് പറയട്ടെ. അങ്ങനെ ഹേമ ഡ്രസ്സ് മാറാൻ വേണ്ടി, ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വേദ പറയണ, ഹേമ എൻ്റെ ഡ്രോയറിലുണ്ട് ഒരു പുതിയ ഡ്രസ്സ്, അതെടുത്തിട്ടോളൂ, ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഒരുപാട് സമയമാവും എന്ന് പറയട്ടെ. അപ്പോൾ ഹേമ പോകുന്ന സമയത്ത് ഇന്ദ്രച്ച ചോദിക്കുന്നുണ്ട്, ഞാൻ വരണോ ഒപ്പം എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഞാനിപ്പോൾ വന്നതേ അല്ലേ ഉള്ളൂ, സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്, എന്നിട്ടല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് വേണ്ട എന്ന് പറയട്ടെ. അപ്പോൾ നന്ദിനിയും ചോദിക്കുന്നുണ്ട്, ഞാൻ വരണോ ഹേമ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട നന്ദിനി, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഹേമ തനിച്ചാണ് പോകുന്നത്. സമയം രഞ്ജിത്ത് ആണെങ്കിലോ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിലേക്ക് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരാൾക്ക് വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ, ഈ വീഡിയോസുകളെല്ലാം തന്നെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല, ഞാൻ അയച്ചു തന്ന ലിങ്ക് വഴി ചെയ്താൽ മതി, നിങ്ങൾക്ക് വീഡിയോസുകളും വിഷ്വൽസും ഒക്കെ നിങ്ങൾക്ക് മൊബൈലിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയട്ടെ. അപ്പോൾ ആ ഒരു തിരക്കിലാണ് രഞ്ജിത്ത് ഉള്ളത്. അപ്പോഴാണ് ഹേമ അവിടേക്ക് വരുന്നത്, രഞ്ജിത്ത് കാണുന്നത്. രഞ്ജിത്ത് മനസ്സിൽ സ്വയം പറയുകയാണ്, അല്ല എന്തിനാണാവോ ഇപ്പോൾ ഇവൾ ഇവിടേക്ക് വരുന്നത്, ഇവൾ എന്തിനാ ഇങ്ങോട്ട് തനിച്ചു വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹേമ എന്താണ് കാണിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി അവരുടെ റൂമിലെ ജനൽ വഴി നോക്കുകയാണ്. അപ്പോൾ ഹേമ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണെന്നുള്ളത് രഞ്ജിത്തിന് മനസ്സിലാവാൻ കേട്ടോ. അത് കണ്ടതോടുകൂടി രഞ്ജിത്ത് ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇവളുടെ വിഷ്വൽസും എനിക്ക് എടുക്കാം, ഇനി കാണാം എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷേ ഹേമ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ രഞ്ജിത്ത് പറയുകയാണ്, ഇവളിപ്പോൾ എന്തിനാണ് ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറുന്നത്, ഇവൾക്ക് എന്താ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയ പോരെ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്ത് റിമോട്ട് കാർ ആ റൂമിലേക്ക് തന്നെ വിടുന്നുണ്ട്. എന്നിട്ട് ഹേമ ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽസ് കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ. അങ്ങനെ ഹേമ ഡ്രസ്സ് മാറി ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് അവിടെ ആ കാറ് ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഇതിപ്പോൾ എന്താണ് എന്നുള്ള ഭാവത്തിൽ ഹേമ ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് പേടിക്കുകയാണ്, ഇവൾക്കെങ്ങാനും ഇതിൽ ക്യാമറ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ. അങ്ങനെ ഹേമ ആ കാറിൻ്റെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ആ കാർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഭാവത്തിൽ കാർ അവിടെ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഹേമ തിരിഞ്ഞു നോക്കുമ്പോൾ ജനൽ വഴി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് ഫോൺ വിളിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹേമ സ്വയം മനസ്സിൽ പറയാണ്, ഇവൻ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നിട്ടോ. അങ്ങനെ രഞ്ജിത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ എന്ന് ഹേമ ചോദിക്കുമ്പോൾ, ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ് എന്ന് എന്ന് ശരി എന്ന് പറഞ്ഞ് ജനൽ അടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹേമ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ആ കാറ് കാണാതാവാണ്. അപ്പോൾ ഹേമയ്ക്ക് ഒരു സംശയമാവാണ്, ഇവിടെയല്ലേ ഇത്ര നേരം ആ കാർ ഉണ്ടായിരുന്നത്, ഇതിപ്പോൾ കാർ എവിടെ പോയി എന്ന് ഹേമ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോഴത്തേക്കും രഞ്ജിത്ത് ആ കാറ് അവൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് ആശ്വസിക്കുകയാണ്. എന്നിട്ട് ആ മൊബൈലിലുള്ള വീഡിയോസുകളെല്ലാം തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് സ്വയം പറയണേ, ഇതിൽ ഏത് വീഡിയോസാണ് ഇപ്പോൾ കാണുക എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിൽ വേദയുടെ വീഡിയോസ് എടുക്കുകയാണ്. എന്നിട്ട് അത് ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഹേമ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹേമ ആ കാറ് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എങ്ങോട്ട് പോയി ആ കാറ് എന്നുള്ള ഭാവത്തിൽ. അപ്പോഴാണ് രഞ്ജിത്ത് മൊബൈലിൽ ആ വീഡിയോ കാണുന്നത്, ഹേമ കാണുന്നത്. അപ്പോൾ ഹേമ സൗണ്ട് ഉണ്ടാക്കാതെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നോക്കുകയാണ്. അതിലെത്തി നോക്കുന്ന സമയത്ത് വേദയുടെ വിഷ്വൽസ് കണ്ടതോടുകൂടി ഹേമ അങ്ങ് ഞെട്ടിപ്പോവാണ്. വേദ ഡ്രസ്സ് മാറുന്ന ആ വീഡിയോസ് എല്ലാം തന്നെ രഞ്ജിത്ത് കാണുന്നത് കാണുമ്പോൾ ഹേമ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് എടാ മഹാഭാബി എന്നങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രഞ്ജിത്ത് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹേമയെ കാണുകയാണ്. മഹാഭാബി, നിന്നെ ഞാൻ സംശയിച്ചത് അപ്പോൾ വെറുതെ ആയില്ല, ആ ക്യാമറയിൽ അപ്പോൾ നീ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന്, അയ്യോ ഇല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ബഹളം വെക്കരുത്, അപ്പോൾ നീ വേദ ഡ്രസ്സ് മാറുന്നതെല്ലാം തന്നെ നീ ഈ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ, ക്യാമറ വെച്ച്
വെച്ചിട്ട് അതിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ, അതുപോലെ ഈ വീട്ടിലുള്ള എല്ലാവരും ഡ്രസ്സ് മാറുന്നത് നീ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് പതറിങ്ങോട്ട് പറയണം, അയ്യോ വെറുതെ സൗണ്ട് ഉണ്ടാക്കല്ലേ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, ഇറക്കി വൃത്തികെട്ടവനെയാണോ വേദ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ വേദയോട് പറഞ്ഞു കൊടുക്കും, ഒരിക്കലും ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഈ നിശ്ചയം ഞാൻ മുടക്കിയിരിക്കും. അയ്യോ മാഡം വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇനി നിനക്ക് എന്താടാ പറയാനുള്ളത്, നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്നുള്ളത് ഞാൻ വേദയോട് പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞ് വേദ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഹേമ അങ്ങ് പോകുന്ന സമയത്ത് രഞ്ജിത്ത് ഹേമയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വായ അങ്ങ് പൊത്തി പിടിക്കുകയാണ്, എന്നിട്ട് ശ്വാസം മുട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ശ്വാസം കിട്ടാതെ ഹേമ അങ്ങ് പെടയുകയാണ് കേട്ടോ. എന്നിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്, കഴുത്തിലുള്ള ഷാള് മുറുക്കിയിട്ടാണ് ഹേമയെ കൊല്ലുന്നത്. അങ്ങനെ ഹേമ മരിച്ചു എന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് അവിടെ നിന്ന് ഹേമയെ തോളിലിട്ടുകൊണ്ട് നേരെ ഒരു വേസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ വേസ്റ്റുകളെല്ലാം തന്നെ സൂക്ഷിച്ച് വയ്ക്കുന്ന ആളൊഴിഞ്ഞ ആ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഹേമയുടെ ബോഡി അവിടെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് വെപ്രാളപ്പെടുകയാണ്. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഹേമയുടെ ദേഹത്തേക്ക് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടുകയാണ്. ഒറ്റ നീട്ടത്തിൽ ആർക്കും മനസ്സിലാവരുത് ഇവിടെ ഹേമ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവരുത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഹേമയുടെ ദേഹത്തേക്ക് വേസ്റ്റുകളൊക്കെ ഇട്ട ശേഷം അവിടെ നിന്നങ്ങ് പോവുകയാണ്. ഈ സമയം വേദയുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ ശേഷം പൂജാരി പറയുകയാണ്, ഇനിയിപ്പോൾ ചെറുക്കനെ കൊണ്ടുവാ എന്ന് പറയട്ടോ. അപ്പോൾ പൂജാരി ചെറുക്കനെ കൊണ്ടുവരാൻ പറയുന്നത് സൂര്യയോടാണ്. അപ്പോൾ സൂര്യ ഞാനെന്തിനാണ് കൊണ്ടുവരുന്നത്, എനിക്കൊന്നും പറ്റില്ല, അവൻ വേണമെങ്കിൽ തനിച്ചു വന്നോട്ടെ. അപ്പോൾ യതീന്ദ്രൻ പറയണത്, സൂര്യ ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയില്ല, നീ തന്നെയാണ് ചടങ്ങ് പ്രകാരം നീ ആണ് കൊണ്ടുവരേണ്ടത്, എന്തിനാണ് ഞാൻ കൊണ്ടുവരുന്നത്, അവൻ തനിച്ചു വന്നോളും, അത് പറ്റില്ല, ചടങ്ങ് പ്രകാരം നീയാണ് അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടത്, ഞാൻ എന്തിനാ അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരണം, എനിക്കൊന്നും പറ്റില്ല ഡാഡി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ നിർബന്ധിച്ച് സൂര്യയെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രഞ്ജിത്തിനെ റൂമിലൊന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ് സൂര്യ വിളിക്കുകയാണ്. അപ്പോഴാണ് രഞ്ജിത്ത് ഹേമയെ അവിടെ വേസ്റ്റ് റൂമിലാക്കിയിട്ട് പോയിരുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ കാണുന്നില്ല എന്ന് രഞ്ജിത്തിന് മനസ്സിലാകുന്നത്. അയ്യോ എൻ്റെ മൊബൈൽ ഫോൺ എവിടെ പോയി, ഹേമയെ കൊണ്ടുപോയിട്ട സ്ഥലത്ത് ഉണ്ടായിരിക്കുമോ, അതോ ഇനിയിപ്പോൾ അവളുടെ കഴുത്ത് നെരിച്ച് കൊല്ലുന്ന സമയത്ത് അവിടെ എങ്ങാനും പോയിട്ടുണ്ടാവുമോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ മൊബൈൽ ഫോൺ ആരുടെങ്കിലും കയ്യിൽ പെട്ടാൽ കുളമാകുമല്ലോ, എങ്ങനെയെങ്കിലും ആ ഫോൺ കണ്ടുപിടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സൂര്യ രഞ്ജിത്ത് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തിനാണാവോ ഇപ്പോൾ ഇവൻ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് സൂര്യ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ഇവിടെ നിൽക്കുന്നത്, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്. പിന്നെ സൂര്യ എൻ്റെ ഒരു മോതിരം കാണാനില്ല, അത് തിരയുകയായിരുന്നു. മോതിരമോ, അതെവിടെ പോയി അറിയില്ല, ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയായിരുന്നു, എന്നാൽ ഞാൻ കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ് സൂര്യയും മോതിരം തിരയാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഈ ഏത് വഴിയാണ് നടന്നത്, അതോ ഞാൻ ഇതുവഴിയൊക്കെയാണ് നടന്നത്, എങ്കിൽ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സൂര്യയും രഞ്ജിത്തും കൂടി തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ഇങ്ങനെ മൊബൈലിലെ ടോർച്ച് വഴിയാണ് തിരഞ്ഞു നോക്കുന്ന സമയത്ത് ആ വേസ്റ്റ് റൂമിൻ്റെ അവിടേക്ക് നടന്നു പോവുകയാണെന്ന് കാണുമ്പോൾ രഞ്ജിത്ത് പറയണേ, എൻ്റെ മോതിരം കിട്ടി, ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മോതിരം കയ്യിൽ നിന്ന് ഊരിയിട്ട് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് രഞ്ജിത്ത് മോതിരം എടുക്കുകയാണ്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഫോൺ എവിടെയെങ്കിലും പോയാൽ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, പക്ഷേ ഇവനെങ്ങാനും ആ ഹേമ കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാലേ എല്ലാ കള്ളത്തരവും ഇവൻ കൈയോടെ പൊക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ സൂര്യയോടൊപ്പം രഞ്ജിത്ത് പിന്നെ പോകുന്നത്. സൂര്യ രഞ്ജിത്തിനോട് ചോദിക്കുകയാണ്, നീ എന്താ ഡ്രസ്സൊന്നും മാറാതെ ഇവിടെ കൂളായിട്ട് നിൽക്കുന്നത്, അവിടെ നിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി, പെട്ടെന്ന് ഡ്രസ്സ് മാറ് എന്ന് പറയട്ടോ. അങ്ങനെ രഞ്ജിത്ത് ഡ്രസ്സൊക്കെ മാറിയ ശേഷം സൂര്യയോടൊപ്പം മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ മണ്ഡപത്തിൽ ചെന്ന ശേഷം അവിടെ കതിർ മണ്ഡപത്തിൽ ഇരിക്കാൻ പറയുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയോട് പറയാണ്, ചന്ദനവും കുങ്കുമവും തൊട്ട് കൊടുക്ക് എന്ന് പറയാണ് പൂജാരി. അങ്ങനെ സൂര്യ അതെല്ലാം ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ രഞ്ജിത്താണെങ്കിലോ നല്ല ടെൻഷനിലാണ്, ഇനിയിപ്പോൾ എൻ്റെ കള്ളത്തരം ഇനിയിപ്പോൾ കണ്ടുപിടിക്കുമോ, ആ ഹേമയുടെ അവസ്ഥ ഹേമ ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വെപ്രാളം പിടിച്ചുകൊണ്ട് രഞ്ജിത്ത് കതിർ മണ്ഡപത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ വേദയാണെങ്കിലോ രഞ്ജിത്തിനെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിലാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ കല്യാണം നടക്കുമെന്നുള്ള ഭാവത്തിലാണ് കേട്ടോ വേദ സന്തോഷത്തിലിരിക്കുന്നത്. അപ്പോൾ ഗംഗയാണെങ്കിലോ രാജീവിനോട് ചോദിക്കുകയാണ്, അല്ല ഏട്ടാ എന്തായി, അവരെ കാണുന്നില്ലല്ലോ, ഇതിപ്പോൾ ചടങ്ങ് കഴിയുന്ന ലക്ഷണമാണ്, മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിശ്ചയിക്കും, കല്യാണ ദിവസവും നിശ്ചയിക്കും, അതിൻ്റെ മുന്നേ ഇതൊരിക്കലും ഈ ചടങ്ങ് നടക്കരുത്, അതിൻ്റെ മുന്നേ ഇവിടെ എത്തണം ഏട്ടാ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് ധൃതി വെക്കല്ലേ ഗംഗ, ഇപ്പോൾ വരും, അവരിവിടെ എത്താറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ഗംഗയും രാജീവും നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ പൂജാരി കല്യാണത്തിൻ്റെ ഡേറ്റിൻ്റെ തീയതി കുറിക്കുകയാണ്. പൂജാരി അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, യതീന്ദ്രദാസിൻ്റെയും പത്മയുടെയും മകൾ
വേദയും ഉദയൻ്റെയും വന്ദനയുടെയും മകൻ രഞ്ജിത്തും തമ്മിലുള്ള വിവാഹം നടത്താനുള്ള തീയതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പൂജാരി ആ ദിവസം അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴാണ് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് അങ്ങ് വരുന്നത്. എന്നിട്ട് പോലീസ് ഒച്ച എടുത്തുകൊണ്ട് പറയണ നിർത്തൂ എന്നങ്ങ് പറയട്ടെ. അപ്പോൾ എല്ലാവരും ആ ഒച്ച കേട്ട ഭാഗത്തേക്ക് അങ്ങ് നോക്കുമ്പോൾ പോലീസിനെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ അതിശയിച്ചു പോവാണ്. ഇതിപ്പോൾ എന്താ ഇവിടെ പോലീസ് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ പോലീസിനോടൊപ്പം ഏർപ്പാടാക്കിയ ആ ഗുണ്ടയും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഗുണ്ടയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് പോലീസ് വരികയാണ്. എന്നിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറയാനും ചോദിക്കാനും തുടങ്ങുകയാണ്. പോലീസിനെ കണ്ടതോടുകൂടി രഞ്ജിത്ത് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഹേമയെ കൊന്ന കാര്യം പോലീസ് എങ്ങനെ അറിഞ്ഞു, ഞാനാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് എത്ര പെട്ടെന്ന് പോലീസ് മനസ്സിലാക്കിയോ, എന്നെ അറസ്റ്റ് ചെയ്യാനാണോ ഇവർ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ടെൻഷനായിട്ടാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.